ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവളെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണം, ചില ആൾക്കാർ വേണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേര് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ വേണമെന്ന് പറഞ്ഞ്. അപ്പം ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവളെ കൊണ്ടുവന്ന ടൈമിൽ ഇവളുടെ പാലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വാക്സിൻ എടുക്കാൻ പോയ ടൈമിൽ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ കുറച്ച് മെഡിസിൻസ് തന്നിരുന്നു. ആദ്യം വന്ന ടൈമിൽ തന്നെ വാലിൻ്റെ ഭാഗത്ത് ചെറുതായിട്ട് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 ദിവസമായിട്ട് അത് നമ്മുടെ ബോഡിയിൽ മറ്റു ഭാഗത്തോട്ടും അതിങ്ങനെ പടർന്ന് പിടിക്കുകയാണ്. മീൻസ് എല്ലായിടത്തുനിന്നും രോമങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ മെഡിസിൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്, കാരണം നമ്മൾ അഡോപ്ഷന് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പി അല്ലെങ്കിൽ ഒരു ഡോഗിനെ വേണ്ടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളിനി അതിൻ്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടണമല്ലോ. മീൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഒരു പപ്പിനെ കൊടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എന്തായാലും നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ട് ഇപ്പം എന്തായാലും തൽക്കാലത്തേക്ക് കൊടുക്കുന്നില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ പപ്പിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇത് ഫസ്റ്റ് നമ്മുടെ വാലിൻ്റെ സൈഡിൽ ആദ്യം വന്ന ടൈമിൽ തൊട്ട് ഈ വാലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് അതിങ്ങനെ ബോഡി ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇപ്പം ഫേസിലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ട്. ആൾ നല്ല ഉറക്കായ കൊണ്ട് നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റാത്തതാണ്. ആൾ നല്ല ഉറക്കമാണ്. ഇപ്പോൾ നമ്മൾ ഇവളെ കിട്ടിയ ടൈമിൽ കടുകുമണി എന്നാണ് വിളിച്ചത്. ആ കടുകുമണി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. 2 ദിവസം മുമ്പ് നമ്മളുടെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയായിരുന്നു. നമ്മൾ ബ്രൗണി എന്നൊരു പുതിയ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രൗണിന്ന് ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് എണീക്കാൻ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ബെൽറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോൾ. എണീക്കുവാണെങ്കിൽ നമുക്ക് ഈ ബെൽറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ബ്രൗണി, ബ്രൗണി കുട്ടി, ബ്രൗണി, ബ്രൗണി. ഒരു രക്ഷയില്ല, ഭൂമി പിഴിഞ്ഞാൽ പോലും ആ എനിക്കൊന്നും തോന്നുന്നു. കാരണം കുറച്ചു മുമ്പാണ് ആൾ പാല് കുടിച്ചിട്ടാണ് വന്ന് കിടന്നത്. അപ്പം കൊച്ചല്ലേ, പെട്ടെന്ന് ഉറങ്ങിപ്പോ എത്ര വിളിച്ചാലൊന്നും എണീക്കുന്നില്ല. എന്തായാലും ബ്രൗണി എണീക്കാൻ പോകുന്നില്ല. അപ്പൊ ഞാൻ വേറെ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ കൂട്ടുവന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരാണിത്. ഇതാ അപ്പുറത്തെ ഇപ്പുറത്തേക്ക് ഓരോ കാഴ്ചകൾ കണ്ട് കിടക്കുകയാണ് ചേട്ടന്മാര്. അടുത്ത ഒരാള് വീഡിയോ കണ്ടിട്ട് ഓടി എൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം ഇവളുടെ പേരാണ് പൊന്നു. നമുക്ക് ഈ ബെൽറ്റ് ഇവളെ ഒന്ന് ജസ്റ്റ് ഇരിപ്പിച്ചു. പൊന്നു പൂച്ചേ, പൊന്നു, ഗുഡ് ഗേൾ. നല്ല ഭംഗിയുണ്ട് പൊന്നു. അങ്ങനെ ബ്രൗണിയുടെ ബെൽറ്റ് നമ്മൾ പൊന്നു പൂച്ചക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അത് കേട്ടതേ ചാടി എണീറ്റ് ബ്രൗണി കുട്ടി ഉറങ്ങി. അപ്പൊ നമ്മുടെ ബ്രൗണി കുട്ടി ഉറക്കത്തേന്ന് എണീറ്റിരിക്കുകയാണ് ആള്. അപ്പൊ നമുക്ക് ഈ ബെൽറ്റ് എന്തായാലും ബ്രൗണിനൊന്ന് ഇട്ടിക്കണം. പുതിയ ബെൽറ്റ് വെച്ച് ആൾക്ക് നല്ല വലുതാണ്. ഇതിലും ചെറിയ സൈസിലെ ബെൽറ്റ് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ എന്തായാലും പോയി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹാപ്പിയായി. പൊന്നുപൂച്ചയോട് ചോദിക്കുകയാണ്, സൂപ്പർ ആണോ ചേച്ചിന്ന് ചോദിക്കുകയാണ് പൊന്നുപൂച്ചയോട്. ബ്രൗണി ഇഷ്ടപ്പെട്ടോ? ബെൽറ്റ് ഇഷ്ടപ്പെട്ടോ? കൈ ചോദിച്ചാൽ തരുവാന്ന് നമുക്ക് നോക്കാം, ടെസ്റ്റ് ചെയ്യും. ബ്രൗണി ഷേക്ക് ഹാൻഡ്, ഷേക്ക് ഹാൻഡ്, ഷേക്ക് ഹാൻഡ് തരൂ, ഷേക്ക് ഹാൻഡ് തരൂ, ഷേക്ക് ഹാൻഡ് തരൂ. ഇങ്ങനെയാണ് തരേണ്ടത്, കടിക്കുമല്ല വേണ്ടത്. ഇങ്ങനെ ഷേക്ക് ഹാൻഡ്. ആൾക്ക് വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കൈ കടിക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കാം. അപ്പം വേറെ അപ്ഡേഷനൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ വരാം. ടാറ്റാ. അങ്ങോട്ട് നോക്കി ടാറ്റ കൊടുത്തു.